3 ദിവസം കൂടി ഏകദേശം ഒരു 7500 8000 കുട്ടികൾക്കാണ്. ഇതിൽ ഒന്നാമത്തെ ദിവസം അതാത് സ്കൂളിലുള്ള പാചക സംവിധാനം ഉപയോഗിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. സ്കൂളുകാരാണ് ഒന്നാമത്തെ ദിവസത്തെ ഭക്ഷണം കൊടുത്തിട്ടുള്ളത്. പായസമാണ് മെയിൻ. പായസം വേണമെങ്കിൽ ടേസ്റ്റ് ചെയ്ത് നോക്കാം. പായസം നല്ല പായസമാണ്, അടിപൊളിയാണ്. വളരെ നല്ല ഭക്ഷണം. ഞാൻ കുട്ടികളോടൊക്കെ ചോദിച്ചു, അവർ പറഞ്ഞു നല്ല ഭക്ഷണം അല്ല മോനെ. നല്ല ഭക്ഷണം എന്നാ പറഞ്ഞു. ഏതായാലും ഭക്ഷണം വളരെ ഗംഭീരമായി ആരും തടസ്സമില്ലാതെ 2-3 സെഷനിലായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നല്ല രുചിയേറിയ ഭക്ഷണമാണ്. ഇത്രയും സത്യം പറഞ്ഞാൽ ആവശ്യമുള്ളൂ. നമ്മുടെ കുട്ടികൾ അതൊക്കെ കഴിച്ച് നന്നായി മത്സരിച്ച് മിടുക്കന്മാരും മിടുക്കികളും ആവട്ടെ. നമ്മുടെ സംഘടനയാണ് ഭക്ഷണ വിതരണം. KPSCക്ക് ഭക്ഷണ വിതരണത്തിൽ വളരെ എക്സ്പീരിയൻസ് ആണ്. ഒരുപാട് വർഷക്കാലം ഭക്ഷണ കമ്മിറ്റി യാതൊരു പരിഭവം കൂടാതെ സംസ്ഥാന ജേർണലിസ്റ്റിൻ്റെ വരെ പാലക്കാട് നടത്തിയവരാണ് ഇവർ. അതുകൊണ്ട് ആ ഒരു എക്സ്പീരിയൻസ് ടച്ച് ഇതിനകത്ത് കാണുന്നുണ്ട്. കലോത്സവത്തിന്റെ 2ാം ദിവസമായ ഇന്ന് വിപുലമായ ഭക്ഷണമാണ് ഇവിടെ കമ്മിറ്റി ഒരുക്കിയിട്ടുള്ളത്. അവൻ എങ്ങനെയാണ് ഭക്ഷണം? അടിപൊളിയാണ് സാർ, എങ്ങനെയൊക്കെയാണ് ഇത് ഒരുക്കിയിട്ടുള്ളത്? ഭക്ഷണം നമ്മള് ചോറ്, സാമ്പാർ, അവയിലല്ല തോരനാണ്, തോരൻ. അതേപോലെ തന്നെ മറ്റ് വിഭവങ്ങൾ, അച്ചാറ്, എരിശ്ശേരി, അതേപോലെ പായസം എല്ലാ കുട്ടികൾക്കും, അതായത് 2000-ഓളം കുട്ടികൾക്ക് വരുന്ന കുട്ടികൾക്ക്, അതേപോലെ അവരുടെ എക്സ്പോർട്ടിംഗ് ടീച്ചേഴ്സിനും നമ്മൾ വിഭവസമൃദ്ധമായിട്ട് വളരെ നല്ല രീതിയിൽ ഭക്ഷണം ഒരുക്കിയിട്ടുണ്ട്. ഭക്ഷണം ഒരുക്കാൻ എല്ലാ അധ്യാപകരും KPST എന്ന് പറയുന്ന സംഘടനയുടെ ആഭിമുഖ്യത്തിലാണ് ഭക്ഷണം ഒരുക്കുന്നത്. അതോടൊപ്പം തന്നെ സ്കൂളിലെ മെമ്പേഴ്സും മറ്റ് ഒഫീഷ്യൽസും ഒക്കെ വളരെയധികം നമ്മളെ സഹായിക്കുന്നുണ്ട്. വളരെ നന്നായിട്ടാണ് ഭക്ഷണശാലയിലെ പ്രവർത്തനങ്ങൾ നന്നായിട്ട് പോകുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ ശ്രീനാരായണ കോളേജിലെ BEd സ്റ്റുഡൻസ് വളരെ നന്നായിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യുന്നു. അവരാണ് ഭക്ഷണം വിളമ്പുന്നതും മറ്റും. പാചകം ചെയ്തിട്ടുള്ള കൂടല്ലൂർ മണിയേട്ടൻ എന്ന് പറഞ്ഞ ആളാണ്. അവർ ജില്ലാ കലോത്സവത്തിനും സബ് ജില്ലാ കലോത്സവങ്ങൾക്ക് ഒരുപാട്, നമ്മൾ കഴിഞ്ഞതിൻ്റെ 9 വർഷം പള്ളിക്കുറുപ്പ് ഹൈസ്കൂളിൽ വെച്ച് നടന്നപ്പോഴും അയാൾ തന്നെയായിരുന്നു. വളരെ നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളാണ്. പായസം ശ്രദ്ധേയമായിട്ടുണ്ടെന്ന് തോന്നുന്നു. എങ്ങനെയാണ് പായസത്തിന്റെ കഥ? പായസം ഇന്നിപ്പോൾ പാലടയാണ്. വളരെ നല്ല രീതിയിലാണ് എല്ലാവരും കഴിച്ചു കഴിഞ്ഞവരൊക്കെ നല്ല അഭിപ്രായമാണ് ഉണ്ടായിട്ടുള്ളത്. ഇനി നാളെ ഗോതമ്പ് പായസം, മറ്റന്നാൾ സേമിയ പായസം. ഇന്ന് ചോറ്, സാമ്പാർ, തോരൻ, എലിശ്ശേരി, പുളിയഞ്ചി, അച്ചാർ, ഇതാണ് ഇന്നിപ്പോൾ ഏകദേശം 2500-ഓളം പേർക്കുള്ള ഭക്ഷണമാണ് ഇന്ന്. നാളെ ഇതിനേക്കാൾ കൂടും. മറ്റന്നാളാണ് ഏറ്റവും കൂടുതലുള്ളത്. അപ്പോൾ മറ്റന്നാൾ ഏകദേശം 3000-ലും മേലെ. ടോട്ടൽ എത്ര കുട്ടികൾക്ക് ഉണ്ടാവും? 3 ദിവസം കൂടി ഏകദേശം ഒരു 7500 8000 കുട്ടികൾക്കാണ്. ഇതിൽ ഒന്നാമത്തെ ദിവസം അതാത് സ്കൂളിലുള്ള പാചക സംവിധാനം ഉപയോഗിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. സ്കൂളുകാരാണ് ഒന്നാമത്തെ ദിവസത്തെ ഭക്ഷണം കൊടുത്തിട്ടുള്ളത്. എങ്ങനെയുണ്ട് ഭക്ഷണം? എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട് മോള് ഭക്ഷണം? എങ്ങനെയുണ്ട്? പായസം നല്ല ഭക്ഷണം. തോരനുണ്ട്, നന്നായിട്ടുണ്ട്. അച്ചാറ്, സാമ്പാറ്, പുളിയഞ്ചി, പായസം, നല്ലൊരു സദ്യ തന്നെയാണ്. അപ്പൊ കഴിഞ്ഞ വർഷങ്ങളിലേക്കാട്ടും നല്ല ഭക്ഷണം ഇല്ല, അങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റുന്നില്ല. ഈ വർഷത്തെ നല്ല ഭക്ഷണം ഉണ്ട്. നല്ല ഭക്ഷണമാണ്, നല്ല സെർവിങ്ങുമാണ് ഇവിടെ. ഭക്ഷണം കഴിച്ചിട്ടില്ല, കണ്ടു കഴിഞ്ഞാൽ നല്ല ഫുഡായിട്ടാണ് തോന്നുന്നത്. കഴിച്ചു കഴിഞ്ഞിട്ട് റിസൾട്ട് 2 ഉപ്പേരി, 2 അച്ചാറ്, സാമ്പാർ, കുഴപ്പമില്ലാത്ത. പിന്നെ പായസമാണ് മെയിൻ. പായസം വേണമെങ്കിൽ ടേസ്റ്റ് ചെയ്ത് നോക്കാം. പായസം നല്ല പായസമാണ്, അടിപൊളിയാണ്. ശ്രീനാരായണ കോളേജ് ഓഫ് ടീച്ചർ. എങ്ങനെയുണ്ട്? ഇതൊക്കെ ഫുഡൊക്കെ എങ്ങനെയുണ്ട്? നല്ല ഫുഡാണ്. തിരക്കുണ്ടാവും? നല്ല തിരക്ക്. ഞങ്ങൾ ഏകദേശം 100ഓളം കുട്ടികളുണ്ട്. 100ഓളം കുട്ടികളുണ്ട്. നല്ലതായി. ഭക്ഷണ വിതരണം എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, നന്നായിട്ട്. ഒരുപാട് ആളുകളുണ്ടോ? ഒരുപാട്. നല്ല തിരക്കാണോ? ഇഞ്ചി, അച്ചാറ്, ചോറ് നന്നായിട്ടുണ്ട്. അടിപൊളിയാണ്. ഭക്ഷണം നല്ലതല്ലേ? നന്നായിട്ടുണ്ട്. കാരണം അടിപൊളിയായിട്ടുണ്ട്. ഒരു കുഴപ്പമില്ല. എല്ലാം നല്ല രുചികരമാണ്.